വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് താങ്ങും തണലുമായി നിന്ന നിലമ്പൂരിന്റെ മണ്ണ് വീണ്ടും ഒരു തീപാറുന്ന പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ മുന്നണികളും അൻവറും നിലമ്പൂർ തേക്ക് പോലെ ഉറച്ചു നിൽക്കുകയാണ്. ആദ്യമുണ്ടായിരുന്ന പ്രവചനാതീതം എന്ന അവസ്ഥ മാറിയിരിക്കുന്നു എന്നതാണ് പ്രത്യേകത. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുമെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ഉറപ്പിക്കുകയാണ്. സ്ഥാനാർത്ഥികളെല്ലാം പ്രഗത്ഭരാണെങ്കിലും അൻവറിന് കാലിടറിയതും CPM-ന് സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിയതും കൂടുതൽ ചർച്ചയാകുന്നു. പാർട്ടി അംഗീകരിക്കുന്നവർ സ്ഥാനാർത്ഥി അംഗീകരിക്കാത്ത അവസ്ഥയിൽ LDF പ്രതിരോധത്തിലായപ്പോൾ കഴിഞ്ഞ തവണ അംഗീകരിച്ചവർ പോലും ഇത്തവണ കൂടെയില്ല എന്ന ധർമ്മസങ്കടത്തിലാണ് PV അൻവർ. എന്നാൽ രണ്ടു തവണയും പൊതുതെരഞ്ഞെടുപ്പിൽ ഒത്തൊരുമയില്ലാതെ മണ്ഡലം കൈവിട്ടുപോയ UDF-ൽ കാണുന്ന അതിഭീകരമായ ഐക്യം നിലമ്പൂരിൽ അവരുടെ തരംഗമായി മാറ്റുകയാണ്. 60,000-ഓളം വോട്ടുകൾ മാത്രമുള്ള LDF-ന് കഴിഞ്ഞ തവണ അൻവർ കൊണ്ടുവന്ന 20,000-ഓളം വോട്ടുകൾ അദ്ദേഹം തിരിച്ചെടുക്കുന്നതോടെ 70,000-ഓളം പാനൽ വോട്ടുകളുള്ള UDF-ന് അതും അതിനൊപ്പം പിണറായി വിജയന്റെ ഭരണത്തിനെതിരെയുള്ള വികാരവും വോട്ടായി മാറുമ്പോൾ വിജയം സുനിശ്ചിതമാണെന്ന് ഉറപ്പിക്കുകയാണ്. സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനുള്ള ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന മലപ്പുറത്തെ മുസ്ലിം ലീഗിന്റെ പ്രഖ്യാപനം UDF തരംഗമായി നിലമ്പൂരിന്റെ മണ്ണിനെയും മനസ്സിനെയും കീഴടക്കി മുന്നോട്ട് പോവുകയാണ്.